അത് ഡിവൈഎസ്പിയുമായി രണ്ട് വട്ടം നടത്തിയ ചർച്ച നടത്തി. രണ്ടാം വട്ടം നടത്തിയ ചർച്ചയിൽ ഈ മരിച്ച സാബുവിന്റെ ബന്ധുക്കളും ഉൾപ്പെട്ടിരുന്നു. അവരുമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടി ബോഡി ഇവിടെ നിന്ന് വിട്ടുകൊടുക്കുകയാണ്. ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത് ഫ്രീസറിൽ വയ്ക്കും. ഫ്രീസറിൽ വെച്ചതിന് ശേഷം 3 ദിവസങ്ങൾക്കകം പ്രതിയെ അറസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ബോഡി സംസ്കരിക്കുകയുള്ളൂ എന്നുള്ള വീട്ടുകാരുടെ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ ആണ് ഇപ്പോൾ സമരം ഇവിടെ അവസാനിപ്പിക്കുന്നത്. അറസ്റ്റ് ചെയ്തില്ല എങ്കിൽ സമരം വ്യാപിപ്പിക്കുകയും ആ ബോഡിയുമായി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ചും സമരവും നടത്തുവാനുമാണ് സമരസമിതിയുടെ തീരുമാനം. നിലവിലെ ഡിവൈഎസ്പിയായിട്ട് നടത്തിയ ചർച്ചയിൽ 2 വട്ടം ചർച്ചകൾ ചെയ്തിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഈ മരിച്ചുപോയ ആളുടെ ഭാര്യയുടെ ആങ്ങള അദ്ദേഹം പറഞ്ഞത് ഈ മരിച്ചുപോയ ആളുടെ സഹോദരന്മാർ വെളിയിലാണ്, അവർ വരാനുണ്ട്. അപ്പോൾ ഏകദേശം ഒരു നാളെ എത്തും. അപ്പോൾ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി കൊണ്ടുപോയതിന് ശേഷം നമുക്ക് പോസ്റ്റ്മോർട്ടം ചെയ്തതിന് ശേഷം തിങ്കളാഴ്ചക്കുള്ളിൽ പ്രതിയെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ ഈ ബോഡി പോലീസ് സ്റ്റേഷന് ഫ്രണ്ടിൽ വെച്ചിട്ട് സമരം ചെയ്യാൻ ഞങ്ങൾ 100% ഉണ്ട്. അതുകൊണ്ട് ഈ സമരത്തിൽ ഞങ്ങളെ പിന്തുണച്ച് എല്ലാവർക്കും ഞങ്ങൾ നന്ദി രേഖപ്പെടുന്നതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നമ്മൾ വിശ്വസിക്കുന്നു ആ പ്രതിക്ക്, ആ മരിച്ചുപോയ മനുഷ്യന് നീതി കിട്ടുന്നവരെ ഈ പോരാട്ടത്തിൽ ഞങ്ങളെല്ലാം ഉണ്ടാകും. ആ കുടുംബത്തോട് ഒപ്പം ഉണ്ടാകുന്നുള്ള കാര്യത്തിൽ അത് മാറ്റമില്ല.